ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സുഖമായിട്ടിരിക്കുക, സന്തോഷമായിരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കാർഡ്ബോർഡ് പീസും പിന്നെ നമ്മുടെ ടേപ്പിൻ്റെ റോളില്ലേ അതൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ടേപ്പിൻ്റെ റോള് ഒന്നിക്കൂടുതലുണ്ടെങ്കിൽ അതെടുക്കാം, കാർഡ്ബോർഡ് പീസ് മാത്രം മതിയെങ്കിൽ അതും എടുക്കാം കേട്ടോ. ഇപ്പോൾ രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഞാൻ ഒരു സൈഡ് പേപ്പർ കീറിക്കളഞ്ഞു. എന്നിട്ട് നമുക്ക് ഈ ഒരു ഡിസൈനുള്ള ഭാഗം വേണം. ഇത് നമ്മൾ ഒരുപാട് തവണ ഇതെങ്ങനെയാണ് കീറുന്നതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുമുണ്ട്, ഒരു ബോട്ടിലാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കണേ. ഇത് ഇതുപോലെ കട്ട് ചെയ്ത് കുറച്ച് മതി നമുക്ക്. അപ്പോൾ ഇതുപോലെ ഇത്രയും നീളത്തിനെ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളം കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇത്ര ഒരു നീളത്തിന് എടുത്തിട്ട് അതൊന്ന് യോജിപ്പിക്കുകയാണ്. അത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് കേട്ടോ യോജിപ്പിക്കുന്നത്. ഇതൊന്ന് വെച്ച് യോജിപ്പിക്കാം. അപ്പോൾ ആ ഒരു ഡിസൈൻ ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ അടിയിൽ നമുക്കൊരു പീസ് വേണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കാം. അത് ഈ ഡിസൈൻ ചെയ്ത ഭാഗമോ അതുപോലെ സാധാരണ കാർഡ്ബോർഡ് പീസ് പേപ്പർ കീറാത്ത ഭാഗമോ എടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ട് അഭിപ്രായം പറയാൻ മറക്കരുത്, കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിനൊരു ഒരു പീസ് വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മളത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഈ റോൾ എടുത്തിട്ടുണ്ട്. ഈ കാർഡ്ബോർഡ് പീസ് വെച്ച് തന്നെ ഒരെണ്ണം കൂടി ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ റോള് ഒരെണ്ണം ഇരിക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തത്. അതിനും നമ്മൾ ആ ഒരു അടിഭാഗത്തായിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ട് ഹായ് പറയാനായിട്ട്. ദിയ, ഗായത്രി, നന്ദിനി, സെറ, അഞ്ജലി, സാന്ദ്ര, മനു, നിഖിൽ, നീതു, അഞ്ജന, അശ്വതി. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ആൻഡ് ലവ് യു ഓൾ. പിന്നെ അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. രണ്ടും ആ അടിഭാഗം ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു കുറച്ച് പീസ് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കണം. ഒരു കുറച്ച് ഭാഗം മതി നമുക്കിതൊന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് വയ്ക്കാം. പിന്നെ എല്ലാ കൂട്ടുകാരും ചെയ്യുന്ന ട്രൈഡ് പിക്സ് എനിക്ക് അയച്ചു തരേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജിലൂടെ അയച്ചു തരാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കാം. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാൻ എടുക്കുന്ന ഇപ്പോൾ ഒരു കളർ പേപ്പറാണ് കേട്ടോ. കളർ പേപ്പർ മതിയാവും, ഇല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് പേപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇല്ലെങ്കിൽ ഡിസൈനുള്ള നമ്മുടെ ഗിഫ്റ്റൊക്കെ പൊതിയുന്ന പേപ്പർ, ഡെക്കോറേഷൻ പേപ്പർ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. കുറച്ച് ഭംഗി കൂട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ ഫോം ഷീറ്റ് ഉപയോഗിക്കാം. ഇപ്പം ഞാനൊന്ന് കളർ പേപ്പർ കൊണ്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഫോം ഷീറ്റ് കൊണ്ട് ഒട്ടിക്കാം കേട്ടോ. ഇനി ഇതുപോലത്തെ തന്നെ ഒരു കാർഡ്ബോർഡ് പീസും കൊണ്ട് ഞാൻ ചെറുതൊരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മളിതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചോടും. ഈ ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്യാം. എനിക്ക് എളുപ്പത്തിനാണ്, നമ്മൾ ഈ എളുപ്പത്തിന് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടി ഈ ഗ്ലൂ ഗൺ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഫെവി ബോണ്ട് യൂസ് ചെയ്യാം. ഇച്ചിരി ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. പക്ഷേ ഫെവിക്കോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു ഭാഗത്തെ ഞാൻ ഒട്ടിക്കുന്നുള്ളൂ, കാരണം അടിയിൽ കളർ പേപ്പർ ഉണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഫിക്സ് ചെയ്യണമല്ലോ. അതിന് മുന്നായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കളർ പേപ്പർ കൊണ്ട് ഞാനിന്ന് ഒട്ടിക്കാൻ പോകുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പെയിൻറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെക്കോറേഷൻ ടിഷ്യൂ യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അത് വെച്ച് ഞാൻ ഇതേ ഒരു ഫോമിൽ നമ്മൾ ബോട്ടിലാട്ട് ചെയ്തിട്ടുണ്ട്. അത് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ കളർ പേപ്പർ യൂസ് ചെയ്യാം. വൈറ്റ് പേപ്പർ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ ഡിസൈൻ അതിനകത്ത് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കൂടുതൽ ഭംഗിയാവും. ഇപ്പം ഞാനിവിടെ കളർ പേപ്പറാണ് യൂസ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ആ ഭാഗത്തോട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ തടവി കൊടുക്കണം. അപ്പോൾ ആ ഒരു ഡിസൈനിലോട്ട് ആ പേപ്പർ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും.
അപ്പോൾ ആ ഒരു ഡിസൈൻ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും. അതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കളർ പേപ്പർ ആകുമ്പോൾ എല്ലാ കുട്ടീസിൻ്റെയും കയ്യിലുണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ട് ഒട്ടിക്കാം. കണ്ടോ, ഇത് 3 ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു പീസിലോട്ട്, കാർഡ്ബോർഡ് പീസിൽ ഫോം ഷീറ്റ് ഒട്ടിച്ചില്ലോ, അതിലോട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പർ ഇല്ലെങ്കിൽ തന്നെ വൈറ്റ് പേപ്പർ യൂസ് ചെയ്യാം, അതിൽ ഡിസൈൻ ചെയ്യാം, പിന്നെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കളർ ചെയ്യാം, പെയിൻറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ ഭംഗി വരും. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ വൂളൻ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ചുറ്റി കൊടുത്താലും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതേ നമ്മളൊന്ന് കുറച്ച് ഭാഗം ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി വൂളൻ ത്രെഡ് വെച്ച് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതായത് താഴെയും മുകളിലുമായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 പീസും അത് അങ്ങനെ തന്നെ ചുറ്റണം. ഇതുപോലെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഈ 3 പീസും ഞാൻ ചുറ്റിയിട്ടുണ്ട്. എളുപ്പമാണ്, പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ 3ഉം ചുറ്റിക്കഴിഞ്ഞ് ഉള്ളിൽ നമ്മൾ വേണമെങ്കിൽ നമുക്ക് കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല. അപ്പോൾ കളർ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോം ഷീറ്റോ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുത്താൽ കൂടുതൽ ഭംഗി വരും. അപ്പോൾ ഇത് ഞാൻ ആ ഒരു ഫോം ഷീറ്റിൻ്റെ ആ ഒരു ചെറിയ പീസ് ഉണ്ടല്ലോ, അതിലോട്ട് നമുക്ക് ആ സ്റ്റാൻഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ 3ഉം അടുപ്പിച്ചിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 3ഉം ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഭംഗി കൂട്ടാനായിട്ട് നമ്മുടെ കയ്യിലുള്ള എന്താ പറയുക ലൊട്ടിലൊടുക്ക് സാധനങ്ങളെല്ലാം എടുത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക ഒരു ആർട്ടിഫിഷ്യൽ ലീഫാണ്. അതിലും ഞാൻ ഫോം ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയുക ഒരു പാവയല്ല, ഒരു ചെറിയ ഡോളാണ്. നമ്മുടെ ഈ കിൻഡർ ജോയ് ഒക്കെ കിട്ടില്ല, ആ ഒരു സമയത്ത് കിട്ടുന്ന ടോയ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് കുട്ടീസിന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനം വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ മുത്തുകൾ, അതുപോലെ റിബൺ ചെയ്യാം. റിബൺ ഫ്ലവർ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ പോപ്പോൺസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് കിടക്കുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായി. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഭംഗി ഉണ്ടാവില്ല, ഞാനത് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലത്തെ ടോയ്സ് നമ്മുടെ കുഞ്ഞ് പാവക്കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ചെറിയ കിൻഡർ ജോയ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കാറ് കുഞ്ഞത് അതൊക്കെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇതിൽ. അപ്പോൾ കൂടുതൽ ഭംഗിയാവും. നമ്മുടെ ഒരു ടേബിളിൽ നമ്മുടെ പെൻ സ്റ്റാൻഡായിട്ടും നമ്മുടെ കുഞ്ഞ് സാധനം റൈസർ അതുപോലെ കട്ടർ അതൊക്കെ എടുത്ത് വയ്ക്കാനും ഒക്കെ പറ്റിയതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് എല്ലാവർക്കും ഇതുപോലത്തെ ചെയ്യാൻ പറ്റും. എല്ലാ കുട്ടീസും ചെയ്തു നോക്കണം, എളുപ്പമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ സപ്പോർട്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.